ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞ ശരി ഇന്ന് ഞങ്ങള് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അടപ്രഥമൻ പായസം ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾക്ക് നല്ല കുക്കിംഗ് അറിയാം, പ്രത്യേകിച്ച്. അതെ അതെ, ഭാര്യ അപ്പൊ ഞങ്ങൾ പായസമായിട്ട് വരല്ലേ, ലാസ്റ്റ് കാണാം ഗൈസ്. ഞങ്ങൾ ഗൈസ്, ഞാൻ ഇവരോട് പറഞ്ഞതാണ് 2 പേക്ക് പാല് വാങ്ങാൻ. ഇവരൊരു ഒറ്റ പേക്ക് പാല് വാങ്ങി വന്നതാ. ഓളെ തന്നെ ഞങ്ങൾ ഇനിയും പറഞ്ഞേക്ക് പോയി ബോഡി അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലോ? ഇവിടെ അല്ല നല്ല സ്ഥലം, നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ആകുമ്പോ അടുപ്പ് വെക്കല്ലേ? അല്ലോ അവിടെ അല്ലേ നല്ല സ്ഥലം അടുപ്പ് വെക്കാൻ? നീ പറയും പോലെ ഓൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ അതിനൊരു ഇതില്ല. അപ്പൊ ഇവിടെ 3 കല്ല് വെക്കുക, പാത്രം വെക്കുക. ഓക്കെ, 3 അല്ലേ? അടുപ്പിന് എത്ര കല്ലാ വേണ്ടേ? 3 ഓക്കെ. അപ്പോൾ 3 കല്ലുണ്ടെങ്കിൽ അടുപ്പുണ്ടാക്കാന്നാണ് അല്ലു പറഞ്ഞത്. അത് പ്രകാരം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. കല്ലെടുക്കുമോ അജിന? ഞാൻ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് നിൽക്കാം. ഇപ്പൊ സുഖാണല്ലോ, എല്ലാം ഇങ്ങനെ പറയും. ആ മാവിന്റെ കൈ മാറ്റണോ? കാരണം അത് ചൂടായത് കേടുന്നില്ലേ? അതെ, ഡാഡ് വന്നാൽ കേക്കാം. ആ 2 മാറ്റിയാൽ മതി, ചെടിയൊക്കെ ആണ്. ഗൈസ്, നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടോ ഗൈസ്? ഇതാണ് എന്ത് കയ്പ, കുഞ്ഞു കയ്പ കണ്ടോ? ഇത് 4 കഷ്ണാക്കിയിട്ടാണ് നമ്മൾ ഉപ്പേരി വെക്കുക. 4 കഷ്ണോ? 2 കഷ്ണാക്കിയാ പോരാ? 2 കഷ്ണാക്കിയാലും മതി. ഇതിലിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നില്ല, കാണിച്ചോർക്ക് പറക്കല്ലേ ഗൈസ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കയ്പ. ഇതിലും ചെറുതുണ്ടാവില്ലേ? ഇതിലും ചെറുതുണ്ടാവും, ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എല്ലാതും തിന്ന് കാണിച്ചു കൊടുക്കും. എടത് കഴിക്കാടാ, കഴിക്കും ഗൈസ്. അല്ലു ചമ്മിപ്പോയി ഗൈസ്, അല്ലു ചമ്മിപ്പോയി. ഓക്കെ, എക്സ്പ്രഷൻ നോക്ക്. കഴിക്കണ്ടല്ലോ. അല്ല, നീ ആയിട്ട് ഇതാണ് അതിൻ്റെ ആ ചെടി, അങ്ങനെ പരന്ന് കിടക്കുന്നത്. ഇത് കണ്ടോ തെങ്ങിന്റെ? ഇതെൻ്റെ അച്ഛൻ്റെ കലാവിരുതാട്ടോ. ഒക്കെ അച്ഛൻ്റെ ചെടിയാണ്, നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് റംബൂട്ടാനുണ്ട് ഗൈസ്, കാട് പോലെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കും. റംബൂട്ടാൻ്റെ ഗൈസ്, അജിനെ പണിയെടുക്കുന്നു ഗൈസ്. അവർ 2 പേരും എന്താ പാല് വാങ്ങി വരുമ്പോഴേക്ക് വലിവിടെ അടുപ്പ് കിട്ടും. അജിനെ ഹെൽപ്പ് ചെയ്യാൻ അല്ലു ഉണ്ട്. അല്ലു വാ, അല്ലുവിൻ്റെ അടുപ്പ് നോക്കൂ. അല്ലുണ്ടാക്കിയ അടുപ്പ് നോക്കൂ. അല്ലു, ഈ അടുപ്പത്ത് എങ്ങനെയാണ് അല്ലു ഒരു പായസം ഉണ്ടാക്കിയ? ഇങ്ങനെയല്ല, അത് പൊന്തിച്ച് വെക്കിച്ചേ. ആ വലുതാ? അതിന്റെ മുകളിലുണ്ട്. അല്ല, അത് താത്തി വെച്ചിട്ടേ അതിന്റെ മുകളിൽ ഒരു കല്ല്, ചെറിയ കല്ല് അവിടെ എടുത്ത് വെച്ചാൽ മതി. ഇതാ അവിടെ നിന്ന് എടുത്ത് വെച്ചോ, അമ്പളെ പൈപ്പിന്റെ അടുത്ത്. അശ്വതി കത്തിക്കും, അമ്മ പാല് പാരും, ഞാൻ പാത്രം വെക്കും. ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടേ പണിയെടുക്കാം. അതെ. അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, പറയണ്ടേ? സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി.
അതിന്റെ ഭാഗമായി ഞങ്ങൾ മധുരം വിളമ്പുന്നു. നമ്മള് തേങ്ങ പൊട്ടിച്ചിട്ട് ചാനൽ തുടങ്ങി. അതെ തേങ്ങ പൊട്ടിച്ചാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത്. ഞങ്ങൾ പായസത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ പായസം കുടിക്കും, ഞങ്ങൾ മാത്രം കുടിക്കും, വേറെ ആർക്കും കൊടുക്കുന്നത് വേണ്ട. അല്ല ഇതിലൂടെ എല്ലാവരും കൊടുക്കാലോ. അതെ, നിങ്ങൾക്കും ഞങ്ങൾക്കും മാത്രം അല്ലേ, നമ്മുടെ ഫാമിലി ഫാൻസിനും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പായസം നിങ്ങളുടെ ഇവര് ഒരൊറ്റ അതുകൊണ്ടല്ലേ നമ്മള് അത്ര എത്തി. ഗൈസ്, ഞങ്ങൾ വെറും 6 months ആയിട്ടുള്ളൂ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇവിടെ അതായിട്ടുള്ളൂ. പിന്നെ ഇതിനെ കുറിച്ച് വലിയ ധാരണ ഞങ്ങൾക്കില്ല. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം, ഇനി എങ്ങനെയാ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇടുക. അതന്നെ എന്താ മോണിറ്റൈസേഷൻ ആയാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അതിന്റെ മുന്നായിട്ട് പായസം നോക്കും. ബ്രാഹ്മിൻസ് പാലട പായസം. പ്രൊമോഷൻ ഒന്നല്ല, പ്രൊമോഷൻ അല്ല, ആരും പ്രൊമോഷൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ റേറ്റ് നോക്കി എടുത്തതാണ്. 2 പാക്കറ്റ് പാലും ഇതൊക്കെയല്ലേ. ഐശ്വര്യായിട്ട് പാത്രം ഇങ്ങോട്ട് വെക്കുക. പാത്രം നിൽക്കുന്നില്ലേ? പാല് വെക്കണം. അല്ല, അത് വായിച്ചു നോക്കണ്ടേ? ആദ്യം ഇത് വായിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കാന്ന്. ബോയിൽ പാല് ബോയിൽ ചെയ്യാം. എനിക്ക് കഴിച്ചു പൊട്ടിക്കണം. 1.5 ഞാൻ കഴിച്ചു. ആറ് പ്രശ്നമില്ല. ഇതാണ് കൗ മിൽക്ക്. മറ്റെന്താ ബഫല്ലോ മിൽക്ക്. ബഫല്ലോ മിൽക്ക് ഉണ്ടാകുമോ? എന്നോട് വൈവേക്ക് ചോദിച്ചാ എത്ര തരം മിൽക്ക് ഉണ്ട്. അപ്പൊ അതല്ല ഓള് പറഞ്ഞത്. ഓള് കൗ മിൽക്ക്, ഗോട്ട് മിൽക്ക്, ശരിക്കും എന്താ പറയേണ്ടത്? കൊളസ്ട്രോൾ, മിൽക്ക്, ഹിന്ദു മിൽക്ക്. അല്ല, പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. അതൊരു ആൻസർ ചെയ്യുന്ന തെറ്റാണല്ലോ. ശരിയാണ്, പക്ഷേ ചോദിച്ചാലും ശരിയില്ല. അതെ പ്രശ്നം. വേണോ? നമുക്കിത് പായസം ആക്കിയിട്ട് മറ്റേ പായസം ഫ്രൈ ആക്കിയാലോ? എന്ത് പായസം ഫ്രൈ ആക്കിയാലോ? മിക്കവാറും അങ്ങനെയാകും. ഫ്രൈ അമ്മ ഇങ്ങനെ ഇരുന്നൊന്ന് കത്തിക്കണം. എനിക്ക് പെട്ടെന്ന് ഒന്ന് ബോയിൽ ചെയ്യാതെ. പിന്നെ വീട്ടിൽ പോലും പണിയെടുക്കാതെ ഞാൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു കുക്കറാന്നാ കേട്ടിരിക്കുന്നത്. ഞാൻ വലിയൊരു കുക്കറാണ്. വലിയൊരു കുക്കറാണ്. കൊറേ കുക്ക് ചെയ്യാൻ കത്തിക്കാൻ മാത്രമേ വെക്കാം. ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഇതിൽ 5 രൂപ 5 രൂപ ക്യാഷ് ബാക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക്. 5 രൂപയോ? പുറമെ എഴുതിയിട്ടുണ്ട് പാക്കറ്റിൽ. സ്വർണ്ണ നാണയായിരുന്നു ഗൈസ് ഓഫർ. നേടൂ ലക്കി ചാംസിന്റെ ഐശ്വര്യം. 5 മുതൽ ഉറപ്പുള്ള സമ്മാനമാണ്. എന്താ കിട്ടിയേ? അപ്പൊ 10 ഉറുപ്പ്യ കിട്ടിയാ മതി. അപ്പൊ പോലെ 5 ഉറുപ്പ്യ വെക്കൂ. 75 ഉറുപ്പ്യന്റെ ബാക്കല്ലേ? കോയിൻസിന്റെ പിക്ചർ. എടി സ്വർണ്ണ നാണയായിരുന്നു ഓഫർ. നമുക്ക് ഇങ്ങനത്തെ നാണയം കിട്ടി. സ്വർണ്ണം പൂശിണ്ട്. ഞങ്ങൾക്ക് സ്വർണ്ണ നാണയം കിട്ടി. ബ്രാഹ്മിൻസിൽ നിന്ന് എല്ലാവരും വാങ്ങും. 5 രൂപ കിട്ടും. 5 രൂപ കിട്ടും. അപ്പൊ ഇനി എത്രയാ പൈസ? എന്താ അവിടെ ആക്സിഡന്റ്? എന്താ പ്രശ്നം? അതായിലിട്ടേച്ച് പോന്നാ പിന്നെ ചൂടാവണ്ടോ. നല്ല ഒറ്റ ഒന്നിനും വെളിവില്ല. ഇട്ടിച്ച് പോകുന്നതാണ്. അശ്വതി എപ്പോഴും ഇട്ടിട്ടുന്ന പുക മാത്രമായിരുന്നു. എന്റെ വീട് പുക അടിപ്പിക്കുക. ഊതടോ. ഒരു കൈക്കൂട്ടി എടുത്ത് തരുമോ? ഇത് പിടിക്കും, ഞാൻ എടുത്തുകൊണ്ട് വരാം. അതൊക്കെ മൂടിയൊക്കെ പാലിന് നീ കുടിക്കോ? ഇവർ കത്തിക്കാനൊന്നും അറിയൂല. ക്യാമറമാൻ ഇങ്ങോട്ട് വരുമോ? പക്ഷെ ഇത് കടന്ന് ഊതുന്നുണ്ട്. ലൈറ്റ് ഇതാവട്ടോ, വേറെ പാത്രമല്ല.
പുക വെക്കാനില്ല. നല്ല പുക വരുന്നുണ്ട് ഗൈസ്. പുക ചോദിക്കോ? അതൊരു ഡൗട്ടുള്ള കാര്യമാണ്. പായസം ഉണ്ടാക്കിയിരുന്നു ഇവര്? എപ്പോഴെങ്കിലും പായസം ഉണ്ടാക്കിക്കുന്നോ? പായസം ഓണത്തിനുണ്ടാക്കും, വിഷുവിനുണ്ടാക്കും. ആര്? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പാല് മറ്റേ ഗ്യാസിന്റെ അവിടെ വെക്കുമ്പോ അമ്മ പറയുമ്പോ അങ്ങനെ ഇളക്കി കൊടുക്കും. പായസം ഉണ്ടാക്കിയത് ഇളക്കലാണല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണ് അശ്വതി പുകയത്ത് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. അതെ, ഇപ്പൊ ഞാനും പുകയത്ത്. നമുക്ക് ഇതിലിടാനായി. എന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നേ? പാല് തളിച്ചിട്ട് അതിലേക്ക് ഇടല്ലേ വേണ്ടേ? എന്നിട്ടല്ലേ ഇളക്കുക? അങ്ങനെയൊന്നുമില്ല, ഇളക്കിക്കോ, വേറെ പണിയൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ ഇളക്കാൻ? ഹെൽപ്പ് ചെയ്യായിരുന്നു. ഈ സൈഡ് ഇതാവുന്നുണ്ടേ, ഇളക്കി കൂടെ തിളച്ച് പൊട്ടിയിട്ട് എല്ലാം കൂടി കഴിച്ചു വെച്ചാലോ? ഈ പുറം അങ്ങോട്ട് വരുന്നറിയോ? നമ്മൾ ഉള്ളിലേക്ക് വെക്കായിട്ട്. ആ സൈഡ് ഇതാവുന്നുണ്ടോ നോക്ക്. ഇല്ല, അത് അങ്ങോട്ട് ഉണ്ടാവുന്നതായി. അങ്ങനെ ഒതുക്കി ഇളക്കണ്ട. ഇവിടെ നോക്ക്. ഇത് ഇളക്കി കഴിഞ്ഞാൽ അത് തളിക്കുന്ന മനസ്സിലായില്ലേ? പാല് ഇളക്കിയിട്ട് തളിക്കുക. ആ മനസ്സിലായില്ല. ഇല്ല, കുറച്ച് ഇവിടെ എടുത്ത് വരിക. അത് ഇടയ്ക്ക് നടത്തി കൊടുക്കാൻ മതി. അതിൽ കിട്ടാലോ നമുക്ക്. കണ്ടോ കണ്ടോ എന്റെ ഉള്ളിൽ കണ്ടോ? കണ്ടില്ലേ? ഇപ്പൊ കണ്ടോ? എടാ ഇടട്ടെ, എന്നാ തളച്ച് നമുക്ക് അടപ്രഥമൻ ഇതിലേക്ക് ഇടാം. ഓണല്ലേ, ഓണല്ലേ നോക്ക്. ഞാൻ പുക കുടിക്കരുത്. നല്ലോണം ആക്കിക്കിട്ടോ, അടി പിടിക്കേ. ഗൈസ്, ഇവര് 3 പേര് കൂടി എന്തൊക്കെയോ ചെയ്യുന്നു. അമ്മു താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണൊക്കെ വെള്ളം വരുന്നുണ്ട്. അല്ല, മോള് പോക്കുള്ള ഫേഷ്യലാ, പുക ഫേഷ്യൽ. ഇനി ഇവിടെ ഇവിടെ ഇരുന്നു. ഇനി ഇളക്കണേ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയുന്നു. അതല്ലേ, ഹൗ ടു മേക്ക് പായസം. ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഇളക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അതെ അതെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഊതിയൊക്കെ കൊടുക്കണം ഉള്ളിൽ. അമ്മ വന്നതിന്റെ ഐശ്വര്യമാണോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്? എനിക്കറിയില്ല. ലാസ്റ്റ് ചാടി വന്നു. ഫസ്റ്റ് ഞാൻ ഐശ്വര്യം കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. ഐശ്വര്യം കൊടുത്ത് ഇറങ്ങിപ്പോയി പിന്നെ വന്നതാ. ഇവരിങ്ങനെ കിട്ടാൻ ഇങ്ങനെ 1 2 ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ ജലദോഷം പിടിച്ച പാവം കുട്ടികൾ. പായസം തരും. എനിക്ക് പായസം കളർ മാറും, ബ്രൗൺ കളർ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഐശ്വര്യക്ക് കൊടുക്കാം. എന്താടിയില്ലേ? ഒഴിവാക്കിയല്ലേ, ഈ ചെറിയാവയ്ക്ക് അങ്ങനത്തെ ഭയങ്കര ഇതാ. തലയിൽ വെച്ചോ? ഒച്ച ഉണ്ടാക്കല്ലേ. അതെങ്ങാനും അതിൻ്റെ ഉള്ളിൽ ഇല്ല. അതെ, നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. ആറ്റ് തോറ്റൊരു പായസം കുടിക്കാന്ന് വിചാരിച്ചപ്പോ ഇളക്കിവിടെ അങ്ങോട്ട് ഇരുന്നങ്ങോട്ട് ഇളക്കുക. അടി പിടിക്കട്ടോ. അതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലേ? ആരെയും കുറച്ച് മുന്നേ പറഞ്ഞേ. പുകല്ലാതെ തീ കത്തിക്കാൻ ഗ്യാസ് എന്താണ്? അതെ, എന്താ പറയാ, നമുക്ക് പൈസ കിട്ടുമ്പോ ഗ്യാസ് എടുത്ത് പോകാം. പുകയ്ക്കാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നുണ്ട്. എടി, ആ കോല് കഷ്ണങ്ങളൊക്കെ എടുത്ത് കയറ്റി.
ശരി എന്റെ മറ്റേ ഇതിലെടുക്കരുത് കേട്ടോ, അത് ഇതിലെടുക്കരുത്. അമ്മോ ബാക്കിലോ ഞങ്ങള് പറയും, ഞങ്ങൾ എപ്പോഴും മുമ്പിലേ സംസാരിക്കും. അല്ല അമ്മ പായസം ഉണ്ടാക്കാൻ വന്ന ലുക്ക് കണ്ടില്ലല്ലേ? പാവ ഈ പുക കൊള്ളാനാന്നല്ലോ ഒക്കെ അറിയില്ലായിരുന്നല്ലോ. ഒളിച്ചു അമ്മോ ഒളിച്ചു. അതന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ഇത് കാരണവന്മാര് അതുകൊണ്ട് കിട്ടിയതാ. ഇളക്കുക അടുപ്പിന്റെ പരിസരത്തേക്ക് വരലില്ലല്ലോ. നല്ല ചൂടാ. ചിന്ന ഇഞ്ഞി പറഞ്ഞ് അടുപ്പ് മൂട്ടാത്തൊന്നല്ല. ഗൈസ് പാവ അജിന മാത്രം. അമ്മ എന്തിനാ നിക്കുന്നത് ഒക്കെയും മനസ്സിലാവുന്നില്ല. ഇത്രയല്ലേ ഞാൻ അജിനയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എപ്പോഴും പുക കൊണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആയിട്ടൊന്നുമില്ല എടി, അതിങ്ങനെ ഉടയണം. ഗൈസ് ഇവര് പകുതിക്കലിനെ വാരി തിന്നും തോന്നുന്നുണ്ട്. എന്തോ ഒന്നും ചെയ്യണ്ട, ഒക്കെ അതിലുള്ളതാ. അങ്ങോട്ടാ പുക പോകുന്നത്. സാരല്ല അമ്മ. അശ്വതി മാം പറഞ്ഞിരിക്കുന്നു ആണല്ലേ. കളറ് മാറിയിട്ട് കാര്യമില്ല ഗൈസ്, ഞാൻ അപ്പേ നിങ്ങളോട് പറഞ്ഞതാ. അതിന്റെ ഉള്ളിലുള്ള അട വേഗണം. ഇങ്ങോട്ട് ദേഷ്യം കണ്ടോ, ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു. അമ്മോ പുകയാണോ പ്രേതാണോ എന്നുള്ളത് മനസ്സിലാവില്ല കേട്ടോ. അതെ ഗോസ്റ്റ്. അമ്മുവിന്റെ വൈത്താല ഏതോ ഒരു ഗോസ്റ്റ് ഉണ്ട്. ഒന്നല്ല ഗൈസ്, 3 എണ്ണം. അത് ഞങ്ങൾ ഉദ്ദേശിച്ചല്ല ഗൈസ്. 3 എണ്ണം ഗൈസ് ഇന്ന് കുഞ്ചു ഒരു കല്യാണത്തിന് പോയിരിക്കുന്നു, അതുകൊണ്ടാണ് കുഞ്ചു ഇല്ലാത്തത്. ഇനി അതുകൊണ്ട് പകുതി പായസവും ബാക്കി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഓളില്ലാത്തത് എന്തേ ചോദിക്കണ്ട, ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നു. അതെ അതെ ഗൈസ്, നദാപുരത്ത് പോയത് അവൾ. ഗൈസ് ഞങ്ങളുടെ പായസം കുറുകി ഇങ്ങനെയായി ഗൈസ്. മതി എന്ന് തോന്നുന്നു. എടി അശ്വതി ഇത് മതി അശ്വതി. ഇത് ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. അമ്മക്കുട്ടി ഡയറ്റിങ്ങിലായതുകൊണ്ട് അവർക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് ക്ലാസ് എടുത്തിട്ടില്ല. വാവ്, നമ്മുടെ പായസമായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അത് മതി. വരുന്നുണ്ടെങ്കിൽ പറയാനില്ല, നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. ഗൈസ് ഞങ്ങളുടെ പായസം ഞങ്ങളെ മോണിറ്റൈസേഷൻ ആയ വകയിൽ ഞങ്ങൾ പായസം കുടിക്കുകയാണ്. എന്താണ് നിങ്ങൾ പറയാനുള്ളത് പായസം വെച്ചിട്ട്? പായസം കുടിക്കാൻ മുട്ടി നിൽക്കുകയാണ് ഗൈസ്. അമ്മ ഡയറ്റിലായതുകൊണ്ട് ഞങ്ങൾ അമ്മന് കൊടുക്കുന്നില്ല. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറാ, ടേസ്റ്റി. ചെറുതിന് എടുക്കാണ്ട് കുടിക്കുകയെങ്കിൽ തട്ടു. നമുക്കൊരു വൈൻഡപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാലടല്ലേ, ബ്രാഹ്മിൻസിന്റെ പാലട മിക്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പാലട പ്രഥമൻ. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും രസം കേട്ടോ, അടിപൊളിയായിരുന്നു. കുറുകി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.